പ്രിയ, എന്തു പറ്റി? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിശ്ചയം തടയാൻ കഴിഞ്ഞില്ല. പ്രണവ് പറഞ്ഞതല്ലേ അവനാ നിശ്ചയം. അവൻ ശ്രമിച്ചതാ. കാര്യങ്ങളെല്ലാം ശരിയായി വന്നതുമാണ്. അവൻ നിശ്ചയം നടക്കില്ലെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ശരിക്കും ദേഷ്യം വന്നു. പ്രണവിന് ഒരുപാട് വഴക്കും പറഞ്ഞു. പ്രണവിന്റെ കുടുംബം വരാത്തന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അതെല്ലാം വിശ്വാസമായതുമാണ്. എല്ലാം വളരെ നന്നായി വരികയായിരുന്നു. പക്ഷെ അറിയില്ല, ആലിയ പ്രണവിന്റെ കുടുംബത്തിന് നേരത്തെ ടിക്കറ്റ്സ് എടുത്ത് വെച്ചിരുന്നു. അവരെ അവിടേക്ക് വിളിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോ പ്രണവിന്റെ അടുത്ത് പറയാൻ വേറെ മറുപടി ഇല്ലായിരുന്നു. ആ ശരി, കുഴപ്പമില്ല. എന്തായാലും നമുക്കൊന്ന് സമാധാനത്തോടെ ഇരുന്ന് സംസാരിക്കാം. നീ ടെൻഷൻ ആവാതെ. നീ ഇരിക്കും മോളെ, ഇരിക്കേ. നീ ഇത് പറ, എന്തിനാ നീ ഇത്ര ടെൻഷൻ ആവുന്നേ? നമ്മൾ ചിന്തിക്കുന്നൊന്നല്ലല്ലോ സംഭവിക്കുന്ന അമ്മ. എന്ത് സംഭവിച്ചെന്നാ? അതിനൊന്നും സംഭവിച്ചില്ലല്ലോ. എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്. നിനക്ക് നിന്നെ വിശ്വാസമില്ലാത്ത എന്താ? വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ. പക്ഷെ ഇപ്പൊ എല്ലാം ഇല്ലാതാവുക. ഞാൻ നോക്കുമ്പോ ഇതൊക്കെ എന്റെ മുന്നിൽ വെച്ചാ നടക്കുന്നത്. എനിക്കറിയാം ഈ സംഭവിക്കുന്നതൊക്കെ തെറ്റാണെന്ന്. പക്ഷെ എന്നിട്ടും തടയാനാവുന്നില്ല. അമ്മ തന്നെ പറയൂ, നാളെ ആലയും തനുവും വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? നിനക്ക് നിന്റെ പ്രണയത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ നീ ധൈര്യം കൈവിടുന്നേ? പ്രിയ, എനിക്ക് നിന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാനും അമ്മയുടെ പ്രതീക്ഷയിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന. പക്ഷെ എന്റെ പ്രതീക്ഷകൾ അതെല്ലാം എപ്പോഴും തകരുക. ഇന്നത്തെ ദിവസം മുഴുവനും ഞാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. അപ്പോഴൊക്കെ അദ്ദേഹം തെളിയിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ സത്യം അദ്ദേഹത്തിന് തിരിച്ചറിയാനാവുന്നില്ല. അദ്ദേഹത്തിന് ഓർമ്മകൾ തിരികെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയല്ല എന്ന് ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന. പക്ഷെ അമ്മ, ഞാനും ഒരു സ്ത്രീയല്ലേ. എപ്പോഴും എന്റെ സ്വപ്നങ്ങൾ തകരുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. പ്രിയ, നിനക്കൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ, നീ അവന്റെ ഭാര്യയാണെന്ന്. പിന്നെ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് നിനക്ക് കുറച്ച് കടമകളുണ്ട്. അവരൊരുപാട് ശ്രമിച്ചില്ലേ, ആ ആലിയയും തനുവും നിഖിലും നിങ്ങളെ പിരിക്കാനായിട്ട്. പക്ഷെ നിങ്ങളെ വേർപിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം നീ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോണ്ട് മാത്രം. അത് നീ മനസ്സിലാക്ക്. അബിക്ക് ഒരു പ്രശ്നം വരാൻ നീ ഇതുവരെ അനുവദിച്ചില്ല. കാരണം നിന്റെ കടമയാണത്. നീ അവനെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഈശ്വരൻ തന്നെയാ നിങ്ങളെ രണ്ടുപേരെ ചേർത്ത് വെച്ചത്. ആരെന്തൊക്കെ ചെയ്താലും നിങ്ങൾ രണ്ടുപേരെയും വേർപിരിക്കാൻ കഴിയില്ല. പക്ഷെ അമ്മ, എന്ത് പക്ഷേ? ബുദ്ധിമുട്ടാണ്, പക്ഷെ നടക്കാത്ത കാര്യമല്ലല്ലോ. ഞാൻ നിന്നെ ഇത്രമാത്രം വിശ്വസിച്ചിട്ടും നീ നിന്നെ വിശ്വസിക്കാത്ത എന്താ മോളെ? കുട്ടിക്കാലത്ത് രാമായണം വായിച്ചിട്ടുള്ളതല്ലേ നീ? അതിലുള്ളതൊക്കെ മറന്നുപോയോ? സീതാദേവിയുടെ കഥ അറിയില്ലേ നിനക്ക്? സീതാദേവിയും 14 വർഷം വനവാസം നടത്തിയിരുന്നു. സ്വന്തം ഭർത്താവിനൊപ്പം ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാത്. നിന്നെപ്പോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. പക്ഷെ അതിലെല്ലാം അവരുടെ ഭർത്താവിനൊപ്പം അവര് നിന്നത്. മാത്രമല്ല, തിരികെ വന്നതിന് ശേഷം അഗ്നിപരീക്ഷണവും നേരിട്ടു. പക്ഷെ നീയോ? നീ സീതാദേവിയെ പോലെ ഒറ്റയ്ക്കല്ല. നിന്റെ കൂടെ ഞാനുണ്ട്. നമ്മുടെ കുടുംബം മുഴുവനും ഉണ്ട്. പിന്നെ നീ എന്തിനാ ഇത്രയും പേടിക്കുന്നേ? എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ് മോളെ, നിന്റെ ധൈര്യത്തിലും. നിനക്കൊരിക്കലും ഒരു കാര്യത്തിലും തോൽക്കാൻ കഴിയില്ല. പക്ഷെ നീ ഇങ്ങനെ തളർന്നു പോയാൽ തോൽക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് മോളെ. ഇനി അഥവാ നാളെ എൻഗേജ്മെന്റ് തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ ഒന്നു മാത്രം ഓർത്താൽ മതി, നിന്റെ അമ്മ നിന്റെ കൂടെ ഉണ്ടാവുന്ന. ഞാൻ നിന്നെ അബിയെയും ഒരിക്കലും പിരിയാൻ അനുവദിക്കില്ല. നീ എന്റെ ധൈര്യമുള്ള മകളാണ്. തളർന്നു പോകരുത്. ധൈര്യമായിട്ടിരിക്കേ. ഇനിയും സമയം ബാക്കിയുണ്ടല്ലോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശരി, ഇനി നീ ഉറങ്ങിക്കോ. എന്റെ മോള് നല്ലോണം റെസ്റ്റ് ചെയ്യ്. നാളെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ എൻഗേജ്മെന്റ് തടയണം. എന്തായാലും ഞാൻ നിന്റെ കൂടെ കുറച്ചേരം ഇരിക്കാം. അല്ലെങ്കിൽ നീ ഉറങ്ങില്ല. വാ.
പ്രിയ! ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ കാണുന്നത്. അവൾ എന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാനോ, അവൾ എല്ലാ തരത്തിലും എന്നെ ഒരുപാട് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവളെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതും എൻ്റെ കടമയല്ലേ. അവൾ പ്രണവിൻ്റെ ഫിയാൻസിയാണ്. ഞാൻ ഒരിക്കലും അവളെപ്പറ്റി ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. പക്ഷെ എനിക്കെന്താ സംഭവിക്കുന്നത്? എനിക്കെന്താ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ഞാൻ ഇത്രയും ടെൻഷനാവുന്നത് എന്തിനാ? എൻ്റെ പ്രിയപ്പെട്ട ആരോ അകന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നിശ്ചയം മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നടക്കാൻ പോവാ. എന്നിട്ടും മനസ്സിനൊരു സന്തോഷവുമില്ല. അബി, അബി എന്തു പറ്റി? നീ ഓക്കെ ആണോ? നിന്റെ ശബ്ദം ഞാൻ കേട്ടു. നീ എന്നെ വിളിച്ചിരുന്നോ? ഇല്ല, ഞാനത് പ്രിയെ എനിക്കെന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല തനു. എൻ്റെ പ്രിയപ്പെട്ട ആരോ അകന്നു പോകുന്നു എന്നൊരു തോന്നൽ. ആരാ അബി? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നീ വളരെ ടെൻഷനിലാണ് എന്ന്. ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ നിന്റെ കൂടെ ഇവിടെ തന്നെ കിടന്നുറങ്ങാം. നിനക്ക് ഒറ്റപ്പെടലും ഫീൽ ചെയ്യില്ല. നീ ഇതെന്താ പറയുന്നത്? നമ്മൾ എങ്ങനെ ഒരുമിച്ച് കിടക്കുന്ന? ഒരുമിച്ച് ഉറങ്ങാൻ കഴിയില്ല. അതിനു ഞാൻ സോഫയിൽ കിടന്നുറങ്ങിക്കോളാം. തനു, നമ്മൾ ഒരു റൂമിൽ എങ്ങനെ കഴിയുന്ന? നമ്മുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അബി, നീ ഇത്രയും വലിയ റോക്ക് സ്റ്റാർ ആയിട്ട് ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഇത് എൻ്റെ ചിന്തയൊന്നുമല്ല, എൻ്റെ അച്ഛമ്മയുടെ ചിന്തയാണ്. അച്ഛമ്മ ഇതൊക്കെ അറിഞ്ഞാ എന്താ വിചാരിക്കുക? ഓക്കെ, ഫൈൻ. ഞാൻ പോയി അച്ഛമ്മയോട് ചോദിച്ചിട്ട് വരാം. ആ, ചോദിക്കേ. പിന്നെ നിന്നെ ഈ റൂമിലല്ല, ഈ വീട്ടിൽ തന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല അച്ഛമ്മ. ഓക്കെ, ഞാൻ കുറച്ച് സമയം ഇവിടെ നിന്റെ അടുത്തിരിക്കാം. തനു, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തത്? ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓക്കെ ആണെന്ന്. ഇപ്പൊ എനിക്ക് ആരുടെ ആവശ്യമില്ല. ഓക്കെ ഓക്കെ അബി, നീ ദേഷ്യപ്പെടണ്ട. ഞാൻ പോകുന്നു. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഫോൺ ചെയ്യണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവളോട് പറയാനും പറ്റില്ലല്ലോ. ഇവള് കൂടെയുള്ള സമയത്താ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാവുന്നതെന്ന്. ഇവളുമായിട്ടുള്ള കല്യാണക്കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ മനസ്സിൽ ടെൻഷൻ കൂടി വരുക. നീ കിടന്നോ അബി. ഈ റിയാലിറ്റിയെക്കാട്ടും നല്ലത് പ്രിയമായിട്ടുള്ള സ്വപ്നങ്ങൾ തന്നെ. താഴെ ഇറങ്ങ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. താഴെ ഇറങ്ങ്. ആ, നീ വന്നത് നന്നായി പ്രണവ്. ഈ ഡെക്കറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യൂ എന്നെ. ആഫ്റ്റർ ഓൾ നിന്റെ എൻഗേജ്മെന്റ് അല്ലേ. നിന്റെ എൻഗേജ്മെന്റ് അന്ന് നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ? കം ഓൺ പ്രണവ്, ഹെൽപ്പ് മീ ഔട്ട് ഹിയർ. പ്രണവ്, എനിക്ക് വേണ്ടി അല്ലെങ്കിലും പ്രിയയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചെയ്തൂടെ? നീ കണ്ടോ പ്രണവ്, ഈ ജോലി മൊത്തം ആലിയ ഒറ്റയ്ക്കാ ചെയ്തത്. ആരുടെയും ഹെൽപ്പ് ചോദിച്ചില്ല, എന്റെ പോലും. ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ആ, ഞാൻ ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ഇവിടെ എന്തിനാ നിൽക്കുന്നത്? ചെല്ലേ. പ്രണവ്, ഒന്ന് കൈ തരൂ. ഇത് സോറി. ഒരു കാര്യം ചെയ്യോ, നീ ഇങ്ങോട്ട് വരുമോ? ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ സപ്പോർട്ട് കിട്ടും. പ്ലീസ്. ഓക്കേ, ഓൾറൈറ്റ്. ഇതൊന്ന് പിടിക്ക് പ്രണവ്. എടാ പ്രണവ്, എനിക്ക് തോന്നുന്നത് ആലി ഇപ്പോഴും നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നാ. അവൾക്ക് നിന്നെപ്പോലെയുള്ള ഒരാളെ ആവശ്യം. നിന്റെ കല്യാണം പ്രിയമായിട്ട് നടന്നില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണം ആലിയായിട്ട്. ബട്ട് ഐ എം ഹാപ്പി ഫോർ യു. നിനക്ക് ആലിയേക്കാളും നല്ലൊരു കുട്ടിയല്ലേ കിട്ടിയത്? എക്സ്ക്യൂസ് മീ, വാട്ട് ഡു യു മീൻ ബൈ ബെറ്റർ ഗേൾ? ആലിയ, ഞാൻ ഉദ്ദേശിച്ചത് നീയും നല്ലൊരു കുട്ടിയൊക്കെ തന്നെ. ഇൻഫാക്ട് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നീ ഭയങ്കര വാശിക്കാരിയാ. പ്രിയയ്ക്ക് അത്രയും വാശിയില്ല. അതാ പറഞ്ഞേ. സംസാരിച്ച് സമയം കളയുന്നില്ല, ഒരുപാട് ജോലിയുണ്ട് എനിക്ക്. പെട്ടെന്ന് ചെയ്യാൻ നോക്ക്.
അയ്യോ പതുക്കെ അഴിഞ്ഞു പോയിരുന്നെങ്കിലോ? അഴിഞ്ഞു പോകുന്നെങ്കിൽ പോകട്ടെ. ആൻഡ് ഐ വിഷ് അതിനു മുമ്പ് നിന്റെ സ്വപ്നവും നിന്റെ അഹങ്കാരവും തകർന്ന് വീഴണം. കാരണം നീ പ്രിയേച്ചി അബി ഒരിക്കലും പിരിക്കാൻ പാടില്ല. സ്വീറ്റ് ഹാർട്ട്, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നീ വെറുതെ സ്വപ്നം കാണുവാണെന്നാ. കാരണം എന്റെ സ്വപ്നം ഇന്ന് പൂർത്തിയാവാൻ പോവാ. ഞാൻ ഡെക്കറേഷൻസ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. നോ 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 നോ, ഇതൊന്നും ഡെക്കറേഷൻസ് അല്ല സ്വീറ്റ് ഹാർട്ട്. ഇതൊക്കെ എന്റെ സ്വപ്നം പൂർത്തിയാക്കുന്നതിന്റെ ഒരു രീതി പറഞ്ഞ ഞാൻ എന്റെ സ്വപ്നങ്ങളെ ഒന്നുകൂടെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. ദാറ്റ്സ് ഓൾ. പൂക്കൾ കൊണ്ട് ശവത്തെ അലങ്കരിക്കാറുണ്ട്. നീയും അത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം നിന്റെ സ്വപ്നങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. നിന്റെ തകർന്ന സ്വപ്നങ്ങളെ നീ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക. സ്വീറ്റ് ഹാർട്ട്, ഐ തിങ്ക് നീയും കണ്ണാടി വെക്കേണ്ടത് അത്യാവശ്യം. നിനക്കും കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ദുഃഖത്തിന്റെ പേരിലൊന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നത്. എന്താണെന്നറിയോ, ഓൾ ദിസ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് മൈ ഹാപ്പിനെസ്. ഞാൻ വളരെ ഹാപ്പിയാ. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിനക്ക് നന്നായിട്ട് അറിയാം ഞാൻ നിന്നോട് വലിയൊരു തെറ്റാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എന്നാലും നിനക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നീ ദേഷ്യത്തോടെ പോകുന്നത് കാണാനല്ല, നീ ദേഷ്യത്തോടെ എന്തെങ്കിലും പറയുന്നത് കേൾക്കാനാണ് എനിക്കിഷ്ടം പ്രണവ്. എന്താന്ന് വെച്ചാ നിന്റെ ദേഷ്യം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് ഡോണ്ട് വറി സ്വീറ്റ് ഹാർട്ട്, ഈ എൻഗേജ്മെന്റ് ഒരു വഴി മാത്രമാണ് പ്രിയ ഏട്ടനിൽ നിന്ന് അകറ്റാനുള്ളൊരു വഴി. എന്തായാലും നമ്മൾ രണ്ടുപേരും തന്നെ അവസാനം ഒന്നാകും. ഇപ്പൊ എൻഗേജ്മെന്റ് നിന്റെയും പ്രിയയുടെ ആയിരിക്കും, പക്ഷെ നിന്നെ കല്യാണം കഴിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. നീ എന്റേത് മാത്രമായിരിക്കും പ്രണവ്. അമ്മ കോഫി? ഏലക്കില്ലാത്തതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള ചായ ഉണ്ടാക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നി നിനക്കിന്നൊരു കോഫിയുടെ ആവശ്യമുള്ളതെന്ന്. ഇങ്ങനെ നോക്കല്ലേ, ഇതിനു മുമ്പും നീ 2 തവണ കോഫി കുടിച്ചിട്ടുള്ളതല്ലേ. ഇത്തവണയും കൂടി ഇതങ്ങ് കുടിക്ക്. നീയല്ലേ പറഞ്ഞത് ഇന്ന് അബിയുടെ അവിടെ നിനക്ക് ജോലി ഉണ്ടെന്ന്? എന്നിട്ട് റെഡിയായില്ലേ? ജോലിയുണ്ടമ്മേ, പക്ഷെ ആലിയുടെയും തനുവിന്റെ പ്ലാനിന് അഗേൻസ്റ്റായി എന്റെ കയ്യിൽ മറ്റൊരു മാർഗവും ഇല്ല. പ്രിയ, ഞാൻ നിന്നോട് ഇന്നലെ രാത്രിയും പറഞ്ഞതല്ലേ മോളെ. എന്നിട്ട് നീ എന്തെങ്ങനെ ധൈര്യമില്ലാതിരിക്കുന്നേ? ഇങ്ങനെ ആയാലും എങ്ങനെ ശരിയാവും മോളെ? നീ ആരെയും പേടിക്കുന്നേ? നിന്നെ തന്നെയാണോ, അബിയെയോ, അതോ ആലിയേയും തനുവിനെയോ? ആരെയും പേടിയില്ലമ്മേ, പക്ഷെ ഇന്ന് ഒരു വഴിയും എന്റെ മുന്നിലില്ല. മോളെ, നീ അവിടെ ചെന്ന് അവരെ നേരിട്ടാലല്ലേ ഒരു വഴി തെളിഞ്ഞു വരത്തുള്ളൂ. അല്ല, നീ അവിടെ പോകാതിരുന്ന നിനക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയാ പ്രണവുമായിട്ടുള്ള എൻഗേജ്മെന്റ് എങ്ങനെ തടയുന്ന്? ഇവിടെ വെറുതെ ഇരുന്നാ ഒന്നും ശരിയാകാൻ പോകുന്നില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞതാ മോളെ, ഇനി ഒന്നും ശരിയായില്ലെങ്കിൽ പോലും നിന്റെ അമ്മയെ ഈ കുടുംബം നിന്റെ കൂടെ കാണൂന്ന്. എല്ലാം ശരിയായി നടക്കും മോളെ, പക്ഷെ നീയാണ് അതിന് ശ്രമിക്കേണ്ടത്. ചെല്ല്, വേഗം പോയി റെഡിയാകുന്നേ. ഞാൻ അപ്പോഴേക്കും നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വരാം. മോൾ ഒട്ടും പേടിക്കണ്ട കേട്ടോ, ധൈര്യമായിട്ടിരിക്കെ. അമ്മ, ഇന്ന് എനിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ എന്നോട് ക്ഷമിക്കണം. ചെല്ലേ, നീ പോയി പെട്ടെന്ന് റെഡിയാവും. ഞാൻ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. അതെ, നിങ്ങൾ എന്താ ആദ്യം എന്റെ കൂടെ വാ. ഇത് ഇവിടെ ഇട്ടാ മതി, അവിടെ വേണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് അണഞ്ഞു പോവാ. പ്ലീസ് മേക്ക് ഷുവർ എല്ലാം നന്നായിട്ടിരിക്കണം, പ്രോപ്പർ ആയിരിക്കണം. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ? ഈ ക്ലോത്ത് എടുത്തിട്ട് അതിനെടുത്ത് ഈ ഭാഗത്തിടൂ. ഓക്കെ പ്രിയ? ഇങ്ങനെ പതുക്കെ നീ എങ്ങോട്ടാ പോന്നേ? ഈ വീട്ടിൽ ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് ആണ്. കോടതിയൊന്നും അല്ല ഇങ്ങനെ ഒളിച്ചും മിണ്ടാതെയൊക്കെ കയറി വരാനായിട്ട്. സാരമില്ല, നീ വന്നല്ലോ. യുനോ, ഞാൻ നിന്നെ തന്നെ വെയിറ്റ് ചെയ്തേ. നോക്കി, എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യത്തിന് എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ആക്ച്വലി ഇപ്പൊ പറയാം. പിന്നെ ഞാൻ ചിന്തിക്കുന്ന അവിടെ ആ സെന്ററിൽ നിന്റെയും പ്രണവിന്റെയും പേരുള്ള ബോർഡ് വെക്കാന്ന എൻഗേജ്മെന്റ് പാർട്ടി ഓഫ് പ്രണവ് ആൻഡ് പ്രിയ. പക്ഷേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് കളർ ഏത് വെക്കണമെന്ന് അറിയില്ല. റെഡ് ആൻഡ് ഗോൾഡൻ ഓർ ബ്ലാക്ക് ആൻഡ് സിൽവർ? അതുമല്ലെങ്കിൽ
നിന്റെയും പ്രണവിന്റെയും പേര് ശരിക്കും നല്ല രസമായിരിക്കും, കളർ ഇല്ലെങ്കിലും വളരെ നന്നായിരിക്കും. ഫംഗ്ഷൻ മേനോൻ ഹൗസിലാണ് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡെക്കറേറ്റഡ് ആയിരിക്കണം. നിനക്ക് എന്താ ഇഷ്ടമുള്ളത് ഇഷ്ടമല്ലാത്തത് അതൊരു മാറ്ററേ അല്ല. പക്ഷേ ഫംഗ്ഷൻ മേനോൻ ഹൗസിലാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരുക്കങ്ങളായിരിക്കും ഇവിടെ നടക്കുക. നിനക്ക് അബിയെ ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾക്ക് അബിയെ തരാൻ കഴിയില്ലല്ലോ നിനക്ക്. മനുഷ്യൻ ഓരോ കാര്യങ്ങൾ അവന്റെ വിധിക്കനുസരിച്ചാണ് ലഭിക്കുന്നത്. നിനക്കും നിന്റെ ഫാമിലിക്കും പ്രണവിനെ കിട്ടിയതുപോലെ വീണ്ടും വീണ്ടും നിങ്ങളുടെ തന്നെ മരുമകനാവുന്നു. ആദ്യം ബുൾബുളിനൊപ്പം, ഇപ്പോ നിന്റെ ഒപ്പവും. ഓക്കെ ശരി, ഇന്നത്തെ ദിവസം വഴക്കിടണ്ട. ഇന്ന് നിന്റെ ഫെയർവെൽ അല്ലേ? സോ ഇനി ആദ്യം നീ എന്നോട് പറയും, ഏത് കളറായിരിക്കും നന്നായിട്ടുണ്ടാവുക? റെഡ് ആൻഡ് ഗോൾഡൻ ഓർ ബ്ലാക്ക് ആൻഡ് സിൽവർ? എന്തുപറ്റി? നിനക്ക് ഒരു കളറും ഇഷ്ടമല്ല? നിനക്ക് എന്താ ഇഷ്ടം ഇഷ്ടമല്ലാത്തത് ഇതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഇവിടെയുണ്ടല്ലോ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് വില. ഈ മുഴുവൻ ഡെക്കറേഷൻസ് ആൻഡ് പ്രിപ്പറേഷൻസ് നിന്റെ എൻഗേജ്മെന്റിന് വേണ്ടിയുള്ളതല്ല. ഈ ഡെക്കറേഷൻസ് ഒക്കെ ഞങ്ങളുടെ വിജയത്തെ ആഘോഷമാക്കാൻ വേണ്ടിയുള്ളതാ. നിനക്കറിയാലോ ഞാനും അലി എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന്. ജയിക്കാനും അതുപോലെ ജയം ആഘോഷിക്കാനും കുറച്ചൊക്കെ കഷ്ടപ്പെടണമെന്നല്ലേ പറയാ. ശരി, ഞാൻ നിന്നോട് പറഞ്ഞുതരാം എന്തൊക്കെയാണ് പ്ലാൻ, എന്തൊക്കെ ഒരുക്കങ്ങളാ ഉള്ളതെന്നും. അത് നോക്ക്, അവിടെ പ്രണവ് നിന്റെ കൈ പിടിച്ച് നിന്നെ കൊണ്ടുപോകും. പിന്നെ നിന്റെ വിരലിൽ മോതിരം അണിയിക്കും. അവിടെ നിന്ന് ഞാനും അബിയും കൈ പിടിച്ച് നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. ഇവിടെ പ്രണവിന്റെയും നിന്റെയും ഫാമിലി നിൽക്കും, ചിരിച്ച് സന്തോഷിച്ച് ഫോട്ടോസ് എടുക്കും. ഐ നോ, അവർ ശരിക്കും അകത്ത് ഹാപ്പി ആയിരിക്കില്ല. ശരിക്കും അവർക്ക് സങ്കടം വരുന്നുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, ആളുകളുടെ മുന്നിൽ അങ്ങനെ നിന്നല്ലേ പറ്റൂ. അവരെത്ര ഹാപ്പിയാണെന്ന്. പിന്നെ യു നോ വാട്ട്, ഒരു ആൽബം ഞാനും സൂക്ഷിക്കും. ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് സങ്കടം ഫീൽ ചെയ്യുമ്പോൾ ആ പിക്ചേഴ്സ് നോക്കി ഞാൻ ഹാപ്പി ആവും. നിനക്കറിയാലോ ഞാനും അലി ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന്, നിന്നെ കരയിക്കാനും സ്വന്തമായി ചിരിക്കാനും. ഇന്ന് രാത്രി നിനക്കൊരു ടോർച്ചർ രാത്രിയായിരിക്കും. പിന്നെ ചിലർ പറഞ്ഞത് ശരിയാ, ചിലർക്കൊരു കാര്യം ശിക്ഷിക്കപ്പെടലും ചിലർക്ക് രക്ഷപ്പെടലും ആയിരിക്കും. കൊള്ളാലോ പ്രിയ, ഞാൻ നിനക്ക് ഇതൊക്കെ കാണിച്ചു തന്നു, സ്നേഹത്തോടെ എല്ലാം പറഞ്ഞു തന്നു. നീയാണെ ഒന്നും പറയുന്നുമില്ല. കുറച്ച് അപ്രീഷിയേറ്റ് എങ്കിലും ചെയ്യേ. ബലൂണേ, കുറെ നേരമായല്ലോ, വേഗം ചെയ്യാൻ നോക്കും. നീ ഇവിടെ എന്താ ചെയ്യുന്നേ? നീ റെഡിയായിട്ട് വൈകിട്ട് വന്നാ പോരായിരുന്നോ? അല്ല, സർല ആന്റിയും ജാനകി ആന്റിയും അച്ഛമ്മയൊക്കെ എവിടെ? അവരൊക്കെ വൈകിട്ട് വരും. ഞാൻ സാറിന്റെ ജോലി ആവശ്യത്തിന് വന്നതാ. സാറിനൊരു മീറ്റിംഗും റിഹേഴ്സൽ. നിനക്ക് വട്ടാണോ? നോർമൽ ഡേയിൽ പോലും ആളുകൾ എക്സ്ട്രാ ജോലി ചെയ്യാറില്ല. അപ്പോഴാണോ നീ ഇങ്ങനെ കാണിക്കുന്നത്? ഇന്നത്തെ എല്ലാ മീറ്റിംഗും ക്യാൻസൽ ചെയ്തോ? പിന്നെ ഇന്ന് എൻഗേജ്മെന്റിന്റെ പാർട്ടി മാത്രം മതി. നീ എന്തായാലും വന്ന സ്ഥിതിക്ക് മേളിൽ പോയി റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ വൈകിട്ടാകുമ്പോൾ ടയേർഡാവും നീ. നോക്ക ബി, ഞാൻ ഇത് തന്നെ പ്രിയോട് പറഞ്ഞുകൊണ്ടിരുന്നേ. ഇന്ന് വൈകിട്ട് പ്രണയിക്കുന്നവരൊന്നാവാൻ പോവാ. ഞാൻ വളരെ ഹാപ്പിയാ. ഞാൻ എന്തായാലും നന്നായി എൻജോയ് ചെയ്യും. എനിക്കൊരു ജോലി ഇപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയി അത് ചെയ്തിട്ട് വരാം. നിങ്ങൾ സംസാരിക്കേ, ഓക്കെ? പ്രിയ, ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി. നീ റെഡിയാവാൻ പോകുമ്പോഴേ പ്ലീസ് എന്നെ വിളിക്കാൻ മറക്കണ്ട. ഇന്ന് നിന്നെ ഞാനായിരിക്കും ഒരുക്കാൻ പോകുന്നത്. ടേക്ക് കെയർ. സീ യു ലേറ്റർ. അബി, ഇവിടെ ശ്രദ്ധിച്ചോണേ, ഇന്ന് എൻഗേജ്മെന്റ് അല്ലേ? പ്രണവ് ഇവിടെ വന്നോ? ആ, അവനിവിടെ ആലിയോടൊപ്പം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവൻ അച്ഛമ്മയെ കാണാൻ മുറിയിലോട്ട് പോയി കാണും. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.
ഏയ്, എന്താ മനസ്സിലാക്കാത്തെ? ഞാൻ നിങ്ങൾക്കുള്ളതാണ്. എന്താ കാണാത്തെ? എന്റെ മനസ്സിൽ, എന്റെ കണ്ണുകളിൽ നിങ്ങൾ മാത്രം ഉള്ളത്. എനിക്ക് വയ്യാതായതുപോലെ അഭിനയിച്ചാലോ? വയ്യാതായ ഫംഗ്ഷൻ നടത്താൻ പറ്റില്ലല്ലോ. ആ അത് ശരിയാ. എന്താ സുഖം ഉണ്ടാക്ക? വയറുവേദന മതിയോ? ആൻറ്റി, ഇത് സ്കൂൾ കുട്ടികളുടെ കാര്യമല്ല, വലിയ കാര്യമാണ്. എന്തെങ്കിലും വലുതായിട്ട് ചിന്തിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ താഴെ പോയിട്ട് ബോധം കിടന്നിട്ട് അഭിനയിക്കാം. ആരെങ്കിലും എണീപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ എണീക്കില്ല. പിന്നെ അഭി വരും, എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നടക്കില്ലല്ലോ. ആ ആലിയായും തനുവും പിന്നെ ഒന്നും ചെയ്യില്ല എന്ന് അല്ലേ? മിണ്ടാതെ അവരുടെ പ്ലാൻ ഫ്ലോപ്പ് ആകുന്നത് അങ്ങനെ കണ്ടോണ്ടിരിക്കും.